നമസ്കാരം. പുതിയ വാർത്തകൾ കണ്ടെത്താനും അത് കൃത്യമായും സമഗ്രമായും റിപ്പോർട്ട് ചെയ്യാനും വ്യഗ്രതയും ജാഗ്രതയും ഒക്കെ കാണിക്കുന്നതിന് പകരം വാർത്താ അവതരണത്തെ ഒരു എന്റർടൈൻമെന്റ് ഷോ ആക്കി മാറ്റുകയാണ് മലയാളത്തിലെ മിക്ക ചാനലുകളും. ഇത്തരത്തിൽ സ്കൂൾ കലോത്സവ റിപ്പോർട്ടിങ്ങിനിടെ കാണിച്ച, അതായത് നമ്മുടെ റിപ്പോർട്ടർ ടി വി കാണിച്ച ഒരു ഷോ എല്ലാ സീമകളെയും ലംഘിക്കുന്നതാണ്. ഇതിനെതിരെ ബാലാവകാശ കമ്മീഷൻ സ്വയം കേസെടുക്കുകയും ചാനലിനോട് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട് എന്നുമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ പോലീസ് ഇടപെടുകയും പോക്സോ ചുമത്തി കേസെടുക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഈ വീഡിയോകൾ നീക്കാൻ അടിയന്തരമായി നടപടിയെടുക്കുകയും ചെയ്യുകയാണ് വേണ്ടിയിരുന്നത്. അശ്ലീലങ്ങളുടെ രാജാവ് സാക്ഷാൽ ബോബി ചെമ്മണ്ണൂരിനെ പോലും വെല്ലുന്ന വിധമുള്ള അശ്ലീല ദ്വയാർത്ഥ പ്രയോഗമാണ് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിക്കെതിരെ റിപ്പോർട്ടർ ടി വി മാധ്യമപ്രവർത്തകർ വട്ടം കൂടി നടത്തിയിരിക്കുന്നത്. എന്താണ് റിപ്പോർട്ടർ ടി വി കാണിച്ചത് എന്ന് വിശദമായി പറയാം. സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കെ സ്ക്രിപ്റ്റഡ് ആയി ചെയ്ത ഒരു ഡ്രാമ, ഒരു വീഡിയോ ആണ് സംഭവം. സ്കൂൾ കലോത്സവത്തിൽ നടക്കുന്ന ഒപ്പന മത്സരത്തിൽ പങ്കെടുത്ത ഒരു ടീം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒപ്പനയിൽ മണവാട്ടിയായി വേഷം ധരിച്ച പെൺകുട്ടിയെ വളരെ റൊമാൻറ്റിക് ആയി, അതായത് കാമക്കണ്ണുകളോടെ നോക്കുകയാണ് റിപ്പോർട്ടർ. തുടർന്ന് പെൺകുട്ടിയോട് അടുക്കാൻ എന്ന വണ്ണമുള്ള ചില സംഭാഷണങ്ങളൊക്കെ. അപ്പോഴേക്കും അധ്യാപകൻ വന്ന് കുട്ടികളെയെല്ലാം കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതാണ് വീഡിയോയുടെ രത്ന ചുരുക്കം. സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് കുട്ടികളാണ്. അതെ, വീണ്ടും ആവർത്തിച്ചു പറയുന്നു, സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത് ചെറിയ കുട്ടികളാണ്. അവർ അവിടെ ആടുകയും പാടുകയും ബാല്യകൗമാരങ്ങൾ ആഘോഷിക്കുകയും ഒക്കെ ചെയ്യും. അവരെ കാമക്കണ്ണുകളോടെ നോക്കുന്നത് വലിയ തെറ്റാണ്. നിയമപരമായി പോക്സോ ആക്ട് പ്രകാരം കടുത്ത ശിക്ഷ തന്നെ ലഭിക്കേണ്ടുന്ന ഒരു കുറ്റമാണ്. സ്കൂൾ കലോത്സവം കാണാൻ ഒരാൾ പോകുന്നത്, അതല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ ഒരു ജേർണലിസ്റ്റ് പോകുന്നത് കുട്ടികളെ കാമക്കണ്ണുകളോടെ നോക്കാനാണ്, റൊമാൻറ്റിക്കായി ഇടപഴകാനാണ് എന്ന നീചമായ ഒരു മെസ്സേജാണ് ആ വീഡിയോയിലൂടെ, ആ റിപ്പോർട്ടിലൂടെ ഇവർ കാണിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ കുട്ടികളെ ആകർഷിക്കാൻ കഴിയുമെന്ന് ഏതൊരു പെർവർട്ടിനും മെസ്സേജ് കൊടുക്കുന്ന നിലയിലാണ് അധ്യാപകൻ വിളിച്ചോണ്ട് പോകുമ്പോഴും റിപ്പോർട്ടറെ തിരിഞ്ഞു നിന്ന് നോക്കുന്ന സ്കൂൾ കുട്ടിയെയൊക്കെ കാണിച്ചതിലൂടെ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞു വെക്കുന്നത്. ഇത് അത്യന്തം അപകടകരമാണ്. ഇതുകൊണ്ടും റിപ്പോർട്ടർ ടി വി കാര്യങ്ങൾ അവസാനിപ്പിച്ചില്ല. അതാണ് ഏറ്റവും ഭീകരം. ചാനലിലെ പ്രമുഖ അവതാരകനും മറ്റു റിപ്പോർട്ടർമാരും ഒക്കെ വട്ടം കൂടി ഇരുന്ന് നടത്തിയ ചർച്ചയിൽ ഈ പ്രമുഖ അവതാരകൻ ഈ റൊമാൻറ്റിക് നോട്ട റിപ്പോർട്ടറോട് ചോദിക്കുകയാണ്, ആ മണവാട്ടിയെ വീണ്ടും കണ്ടോ എന്ന്. അതിനെ കണ്ടില്ല എന്ന് റിപ്പോർട്ടറുടെ ഒരു പ്രത്യേക ടോണിലുള്ള മറുപടി. തുടർന്ന് കാണാതിരിക്കുന്നതാണ് ആ പെൺകുട്ടിക്കും തനിക്കും നല്ലതെന്ന് ദ്വയാർത്ഥത്തിൽ നമ്മുടെ പ്രമുഖ അവതാരകന്റെ വക കമന്റ്. സ്കൂൾ കലോത്സവത്തിന്റെ തലേന്ന് റിപ്പോർട്ടർ ടി വിയിലേക്ക് ചേക്കേറിയ പ്രമുഖ മാധ്യമ പ്രവർത്തകന്റെ വക ഒരു ദ്വയാർത്ഥ കമന്റ്. ഇവനെ ഇടയിൽ കുറെ നേരം കാണാതായിരുന്നു എന്ന്. ഇത് തമാശയാണത്രേ. അവസാനം ഇതെല്ലാം വെട്ടിക്കൂട്ടി 1 മിനിറ്റ് ദൈർഘ്യത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസ് ആയും ഷോർട്സ് ആയും ഒക്കെ ഇപ്പോഴും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒപ്പന ടീമിനെ തെറ്റിദ്ധരിപ്പിച്ച് ചില വിഷ്വൽസ് എടുത്ത ശേഷം റിപ്പോർട്ടറുടെ കാമനോട്ടവും ഒക്കെ ചിത്രീകരിച്ച് ഒരുമിച്ച് എഡിറ്റ് ചെയ്തുണ്ടാക്കിയ ഒരു വീഡിയോ ആണ് അതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. അതെല്ലാം കഴിഞ്ഞ് ഡബിൾ മീനിങ്ങിൽ കമന്റുകളും അടിച്ച് എല്ലാം കൂട്ടി ഒരുമിച്ചൊരു റീൽസ് ആക്കി പബ്ലിഷ് ചെയ്തതും തികഞ്ഞ ബോധ്യത്തോടെയാണ്. കുട്ടികൾക്കെതിരായ ഒരു കടുത്ത കുറ്റകൃത്യം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ എന്ന വഷളൻ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കെതിരെ ഹണി റോസ് പരാതി നൽകിയപ്പോൾ ഈ ബോബിയെ വിളിച്ച് മാപ്പ് പറയുന്നുണ്ടോ എന്ന് ചോദിക്കുകയും തുടർന്ന് ഹണിയെ വിളിച്ച് മാപ്പ് സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്ത ചാനലാണ് ഈ റിപ്പോർട്ടർ ടി വി എന്ന് കൂടി ഓർക്കുക. ബോബിയെ നൈസായി രക്ഷപ്പെടുത്താൻ നടത്തിയ ഒരു പരിപാടി ആയിരുന്നെങ്കിലും ചാനലിന്റെ എഡിറ്റർമാർ ഉൾപ്പെടെ വട്ടം കൂടിയിരുന്ന് ബോബി നടത്തിയ അശ്ലീല പരാമർശങ്ങൾക്കെതിരെ പിന്നീട് ഒരു വലിയ ക്ലാസ് എടുക്കുന്നതൊക്കെ ചെയ്തതാണ്. ബാലാവകാശ കമ്മീഷൻ കേസെടുത്തതിന് ശേഷം പോലും ഈ വിഷയത്തിൽ ഈ പറഞ്ഞ റിപ്പോർട്ടർമാരോ അതല്ലെങ്കിൽ ഈ പ്രമുഖ അവതാരകനോ ഈ സമയം വരെ അങ്ങനെ പ്രതികരിച്ചതായി എവിടെയും കണ്ടിട്ടില്ല.
24 ന്യൂസും പിന്നാലെ വന്ന റിപ്പോർട്ടർ ചാനലും ഒക്കെ റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെ കടത്തിവെട്ടാൻ വേണ്ടി തുടങ്ങിയ യുദ്ധം ഇപ്പോൾ പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാർത്തകളെല്ലാം ഷോകളാക്കി മാറ്റിയും ന്യൂസ് ഫ്ലോറിൽ നൃത്തം ചെയ്തും ചിതകളിലേക്ക് ക്യാമറ സൂം ചെയ്തുമൊക്കെ ഇങ്ങനെ സ്ക്രീൻ നിറക്കുന്നതിന് ഇടയിലാണ് ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗവും ഡബിൾ മീനിങ് കമന്റും ഒക്കെയായി കളം പിടിക്കാൻ ഒരു വൃത്തികെട്ട കളി തുടങ്ങിയിരിക്കുന്നത്. തമാശകൾ എന്ന പേരിൽ സ്ത്രീകളെ ലൈംഗികമായി അധിക്ഷേപിക്കുന്ന എന്റർടൈൻമെന്റ് പരിപാടികളൊക്കെ നിറഞ്ഞോടുന്ന ഒരു ടെലിവിഷൻ സദസ്സിലേക്കാണ് കലോത്സവത്തിനെത്തിയ കുട്ടികളെ പോലും ഇരകളാക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടിംഗ് പ്രവണത തുടങ്ങിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തക നിലീന തോൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം പ്രമോദ് രാമൻ, KJ ജേക്കബ് തുടങ്ങിയ മുതിർന്ന മാധ്യമപ്രവർത്തകരും ഒക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഏതാനും പ്രതികരണങ്ങളും തുടർന്നുള്ള ഒരു ക്ഷമാപണത്തിലും ഈ കാര്യങ്ങൾ ഒതുങ്ങരുത്. ശക്തമായ നിയമ നടപടിയാണ് ഇവിടെ വേണ്ടത്. പോക്സോ ചുമത്തി കേസെടുക്കുക തന്നെ വേണം. കാമനോട്ടങ്ങൾക്കും ഡബിൾ മീനിങ് അശ്ലീലതകൾക്കും അവസാനം ഉണ്ടാക്കണം. ഹണി റോസ് തുടങ്ങി വെച്ച ആ യുദ്ധം തുടരുക തന്നെ വേണം. കാമനോട്ടങ്ങളില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ കലോത്സവങ്ങളിൽ ആടുകയും പാടുകയും ഒക്കെ ചെയ്യട്ടെ. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.